ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മളിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഈ സാധനം മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം പോയത് അമ്പാടിക്കുട്ടനൊരു ഷൂ മേടിക്കാനായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടാത്തത് കാരണം നമ്മൾ ആ ഷോപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിതാ ഉദ്ദേശിച്ച ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രം അബാദ് സൈക്കിൾസ് ഷോപ്പാണ് കേട്ടോ. നമ്മുടെ പഴവങ്ങാടി ഗണപതി കോവിലിന് അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ കുട്ടികൾക്കുള്ള എല്ലാവിധ ഐറ്റംസും അവൈലബിൾ ആണ്. സൈക്കിളും കാറും ജീപ്പും എന്നുവേണ്ട ടോയ്സ്, ടെഡി ബിയർ, അങ്ങനെ ഫുൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ എന്ത് സാധനമാണ് മേടിക്കാൻ വന്നതെന്ന്. അതെ, ഈ കാണുന്ന ജീപ്പാണ് കേട്ടോ നമ്മൾ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അമ്പാടിക്കുട്ടനെ അതിനകത്ത് കയറ്റി ഇരുത്തി ഒന്ന് ഓടിച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്ന ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മിണ്ടാണ്ടിരുന്നു. പിന്നെ ആ ചേട്ടൻ നമുക്ക് ജീപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതും വർക്ക് ചെയ്യിപ്പിക്കേണ്ടതും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് റെഡിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത് യെല്ലോ ആയിരുന്നു. അങ്ങനെ നമ്മൾ യെല്ലോ ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജീപ്പ് അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് കേട്ടോ. അമ്പാടിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നല്ല, ഇപ്പോൾ ദച്ചൂസിനും അമ്പാടിക്കുട്ടനും വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഡബിൾ സീറ്റുള്ള ജീപ്പ് തന്നെ മേടിച്ചത്. ഇതിലും ചെറിയ ജീപ്പ് ഉണ്ടായിരുന്നു, അത് പക്ഷേ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ 2 പേർക്കും ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ ഒരു ജീപ്പ് തന്നെ മേടിച്ചത്. അപ്പോൾ ഈ ജീപ്പ് അമ്പാടിക്കുട്ടനും ദച്ചൂനും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമ്മളല്ല കേട്ടോ, രാമ അപ്പൂപ്പനും ഉഷാമാമയും കൂടിയിട്ടാണ്. അവരുടെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ദച്ചൂസിനെ വിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ദച്ചൂസിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. എന്നാലും ദച്ചൂസിന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുണ്ടായിരിക്കും ഈ ജീപ്പ് കാണുമ്പോൾ. അവളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മേടിക്കണമെന്ന്, പക്ഷേ ഇന്ന് മേടിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് വന്നു. പുള്ളിക്കാരി കാറിനകത്ത് കയറിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജീപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അവളും ഭയങ്കര ഹാപ്പിയായി. വേഗം വിട്ടോമ്മ വീട്ടിലേക്ക്, ജീപ്പ് കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.